Hello viewers, welcome to Commerce World, the way to success. കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഇൻകം കാൽക്കുലേഷനെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു 3 പ്രോബ്ലംസ് ഇന്ന് നമുക്ക് കവർ ചെയ്യാം. ബാക്കി പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോകളിലായി ചർച്ച ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നൽകുന്ന ചോദ്യം ആദ്യം തന്നെ നിങ്ങളൊരു നോട്ട്ബുക്കിലോ നിങ്ങളുടെ റഫ് ബുക്കുകളിലോ നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം അതൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എഴുതി വെച്ചതിന് ശേഷം വീഡിയോ കാണുന്നത് വളരെ ഉപകാരപ്രദമാകും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാൽക്കുലേറ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഐറ്റംസ് rupees in crore. Net factor income from abroad -5. Private final consumption expenditure 100 crore. Personal tax 20 crore. Government final consumption expenditure 20 crore. Corporation tax 15 crore. Gross domestic capital formation 30 crore. Net exports -10 crore. Consumption of fixed capital 25 crore. ഇത് വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെയാണല്ലോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് എഴുതാവുന്നതാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൻ്റെ ബേസിക് ഇക്വേഷൻ ഇപ്രകാരമാണ്: GDP-MP, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. ഓക്കെ, ഇനി നമുക്ക് GDP-MP അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മറിച്ച് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്, അതായത് NNP-MP ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അഗ്രിഗേറ്റ്സും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രോസ് മാറ്റി നമ്മൾ നെറ്റ് ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനാണ്, അഥവാ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ അത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തു കളയാം. അതായത് ഗ്രോസ് എമൗണ്ടിൽ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഇൻക്ലൂഡഡ് ആയിരിക്കും, നെറ്റ് എമൗണ്ടിൽ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഈ കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മൈനസ് ചെയ്ത് കളയാം. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഡൊമസ്റ്റിക് ഇൻകം അല്ല, നമുക്ക് നാഷണൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻകത്തിൽ അബ്രോഡിൽ നിന്നുള്ള ഇൻകം ഒരിക്കലും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചാൽ ഇവിടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നുള്ളത് നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. സോ ഇക്വേഷനിൽ നമ്മൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡും കൂടി ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് NNP-MP-യുടെ ഇക്വേഷൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്ട് മൈനസ് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും എമൗണ്ടുകൾ നോക്കാം. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എമൗണ്ട് വരുന്നത് 100 കോടി രൂപയാണ്, 100 crore പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എമൗണ്ട് വരുന്നത് 20 crore ആണ്. സോ 20 crore പ്ലസ് നെക്സ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എമൗണ്ട് വരുന്നത് 30 crore ആണ്. സോ 30 crore പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് -10 crore ആണ്. സോ ഇവിടെ -10 crore മൈനസ്, ഇനി അടുത്തത് വരുന്നത് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണ്, ഇക്വേഷനിൽ മൈനസ് ചെയ്തിട്ടാണ് ഇടുന്നത്. സോ നമുക്ക് ഇവിടെ അതും മൈനസ് ആയിട്ട് കൊടുക്കാം. സോ 25 crore. സോ
25 crore കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതുന്നു. ഇനി അടുത്തത് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡാണ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് -5 crore. സോ അത് നമുക്ക് എഴുതാവുന്നതാണ് -5. സോ ഈ ഒരു എമൗണ്ട് നമുക്ക് ഒന്നും കൂടി റീറൈറ്റ് ചെയ്ത് എഴുതാം. അതായത് 100 + 20 + 30 - 10 - 25 - 5. So the answer is 110 crore. So the net national product at market price equal to 110 crore. Find out gross domestic product at market price. Items rupees in crore. Private final consumption expenditure 900 crore. Depreciation 100 crore. Net factor income to abroad -10. Closing stock 20 crore. Government final consumption expenditure 400 crore. Net indirect taxes 50 crore. Opening stock 20 crore. Net domestic fixed capital formation 180 crore. Net export 15 crore. So this is the question. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. ഇത്രയുമാണ് ബേസിക് ഇക്വേഷൻസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കതിൽ മനസ്സിലാവും. ഇതിൽ തന്നിട്ടുള്ള പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യനിൽ ആ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആ ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷന് പകരം നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക്കിന് പകരം നെറ്റ് ഡൊമസ്റ്റിക് ആണ് എന്ന് വെച്ചാൽ ഈ ഒരു ഐറ്റത്തിൽ ഡിപ്രീസിയേഷൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് നൽകുന്ന ഒരു ട്വിസ്റ്റാണ്. അതായത് ഇവിടെ സാധാരണ രീതിയിൽ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷനാണ് ഐറ്റത്തിൽ നൽകാറുള്ളത്. പക്ഷേ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക്കിന് പകരം നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് മാറി ഗ്രോസ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഈ ഒരു എമൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഐറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റം കൂടി തരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനും ചേഞ്ച് ഇൻ സ്റ്റോക്കും കൂടിയതാണ്. ഓക്കെ, എന്നാൽ ഇവിടെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് നമുക്ക് നൽകിയിട്ടില്ല. പകരം നൽകിയിട്ടുള്ളത് ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്കാണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊണ്ട് വേണം നമ്മളിനി ഈ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഡിപ്രീസിയേഷൻ പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. ഇനി തന്നിട്ടുള്ള ഐറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡ് ആണ്. ഓക്കെ, ടു അബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷനിൽ നിന്ന് നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ മൈനസ് ചെയ്ത് കളയേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, സാധാരണ നാഷണൽ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നാഷണൽ പ്രൊഡക്റ്റ് ആക്കാൻ വേണ്ടി. പക്ഷേ ടു അബ്രോഡ് എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു
എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് തന്നെ കാണേണ്ട കാരണം കൊണ്ട് നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡ് എന്ന് പറയുന്ന ഐറ്റം നമുക്ക് എടുക്കേണ്ടതില്ല. ഇതിൻ്റെ ആവശ്യം ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നില്ല. എന്നാൽ മറ്റ് ചില പ്രോബ്ലം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം, എന്തുകൊണ്ട് ഈ എമൗണ്ട് മൈനസ് ചെയ്ത് ഇടുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമാണ്, ഇത് നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡാണ്, അബ്രോഡിലേക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ്. സോ അത് നമ്മൾ മൈനസ് ചെയ്തിടണം. ഓക്കെ, ഇവിടെ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ഇക്വേഷനിൽ എമൗണ്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പറയുന്നത് 900 crore ആണ്. സോ 900 crore പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 400 crore പ്ലസ് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ 180 crore പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 20 crore മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 20 crore പ്ലസ് ഡിപ്രീസിയേഷൻ 100 crore പ്ലസ് നെറ്റ് എക്സ്പോർട്ട് 15 crore. Okay, so the answer 900 plus 400 plus 180 plus 0 plus 100 plus 15. So the answer will be rupees 1595 crore. Calculate national income from the following data. Items rupees in crore. Net domestic fixed capital formation 120 crore. Private final consumption expenditure 400 crore. Consumption of fixed capital 120 crore. Net factor income to abroad negative 10 crore. Government final consumption expenditure 300 crore. Net indirect taxes 100 crore. Net imports 30 crore. Change in stocks negative 20 crore. സോ നമുക്കിവിടെ നാഷണൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആദ്യം നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇക്വേഷൻ എഴുതാവുന്നതാണ്. സോ ദ ഇക്വേഷൻ വിൽ ബി പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. ഇതാണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നെറ്റ് ഇമ്പോർട്ട്സ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇക്വേഷനിൽ നെറ്റ് എക്സ്പോർട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത്, പക്ഷേ ഇവിടെ നെറ്റ് ഇമ്പോർട്ട്സ് ആണ്. അതുകൊണ്ട് നെറ്റ് എക്സ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് ഇമ്പോർട്ട്സ് നമ്മൾ മൈനസ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇക്വേഷനിൽ ഈ ഒരു ചേഞ്ചസ് വരുത്തണം, മൈനസ് നെറ്റ് ഇമ്പോർട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് GDP MPയുടെ ഇക്വേഷനാണ്. നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ NNP FC ആണ് വരേണ്ടത്. സോ നമുക്കിതിൽ ഈ ഇക്വേഷനിൽ കുറച്ച് മാറ്റങ്ങൾ കൂടി വരുത്തിയതിന് ശേഷം ഈ ഒരു എമൗണ്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ നമുക്ക് NNP MPയുടെ ഇക്വേഷനാക്കി മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രോസിനെ നെറ്റാക്കി മാറ്റണം എന്നുള്ളതാണ്. ഗ്രോസിനെ നെറ്റാക്കി മാറ്റാൻ നമുക്ക് വേണ്ടത് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ നമ്മൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഐറ്റത്തിൽ തന്നിട്ടുള്ളത് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത് GDP MP അല്ല, NDP. ഈ GDP എന്നുള്ളത് NDP ആയിട്ട് ഓൾറെഡി മാറും. അതായത് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഓൾറെഡി നമുക്ക് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നൽകിയിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് കൺസംഷൻ ഓഫ് ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല, നമുക്കത് മൈനസ് ചെയ്ത് കളയേണ്ടതായിട്ട് വരില്ല. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് ഡൊമസ്റ്റിക്കിനെ നമുക്ക് നാഷണൽ ആക്കി മാറ്റണം. D എന്നുള്ളത് N ആക്കി മാറ്റണം. GDPയിലെ D എന്നുള്ളത് NNPയിലെ N ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഡൊമസ്റ്റിക്കിനെ നാഷണൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് അബ്രോഡുള്ള എമൗണ്ട് നമുക്ക് കൊണ്ടുവരണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് നൽകിയിട്ടുള്ളത് നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡാണ്. ടു അബ്രോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ്, അത് നമ്മൾ അബ്രോഡിലേക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ്. സോ അത് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന എമൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ടു അബ്രോഡ് ആയിട്ട് മാറും.
ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്തത് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത് മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റാക്കി മാറ്റണം എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? മാർക്കറ്റ് പ്രൈസിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും, ഫാക്ടർ കോസ്റ്റിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അത് മൈനസ് ചെയ്ത് കളയാം, അതായത് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. NNPFC or Net National Product at Factor Cost equal to Private Final Consumption Expenditure plus Government Final Consumption Expenditure plus Net Domestic Fixed Capital Formation plus Change in Stock minus Net Imports minus Net Indirect Tax minus Net Factor Income to Abroad. ഇനി നമുക്ക് എമൗണ്ട്സ് എഴുതാം. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 400 crore ആണ്, പ്ലസ് ഗവൺമെൻറ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 300 crore ആണ്. എമൗണ്ട് എഴുതാം 300 crore പ്ലസ് നെറ്റ് ഡൊമസ്റ്റിക് ഫിക്സ്ഡ് ക്യാപിറ്റൽ ഫോർമേഷൻ 120 crore ആണ്. സോ 120 crore പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് -20 ആണ്. സോ -20 crore മൈനസ് നെറ്റ് ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് 30 ആണ്. സോ 30 crore മൈനസ് 30 crore മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 crore ആണ്. സോ 100 crore മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ടു എബ്രോഡ് എന്ന് പറയുന്നത് -10 ആണ്. സോ ഇവിടെ രണ്ട് നെഗറ്റീവും കൂടി വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, സോ +10 ആയിട്ട് മാറും. ഇനി നമുക്ക് എമൗണ്ട് ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. 400 പ്ലസ് 300 പ്ലസ് 120 മൈനസ് 20 മൈനസ് 30 മൈനസ് 100 പ്ലസ് 10. The answer ₹680 crore. സോ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന 3 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് വളരെ കൂടുന്നത് കാരണമാണ് വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രം നമ്മൾ ചെയ്യുന്നത്. അതായത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി ഈ 3 മെത്തേഡിലൂടെ, അതായത് വാല്യൂ ആഡഡ് മെത്തേഡ് ആയിക്കോട്ടെ, ഇൻകം മെത്തേഡ് ആയിക്കോട്ടെ, എക്സ്പെൻഡിച്ചർ മെത്തേഡിലായിക്കോട്ടെ, ഇത് 3 കൂടി ഒരുമിച്ച് എങ്ങനെ ചെയ്യാം, ഒരു പ്രോബ്ലത്തിലൂടെ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചില പ്രോബ്ലംസിൽ നമുക്ക് ഇടയിലുള്ള ഐറ്റംസ് നൽകില്ല, ഐറ്റംസ് കണ്ടുപിടിക്കാനായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കാവുന്നതാണ്. ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മടിക്കരുത്. സോ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് കൊമേഴ്സ് വേൾഡ്, ദ വേ ടു സക്സസ്. ദിസ് ഇസ് മിഥു സൈനിങ് ഓഫ്.